ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ദാനിയേൽ 14:34. കർത്താവിന്റെ ദൂതൻ ഹബക്കുക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ദാനിയേൽ സിംഹക്കുഴിയിൽ എറിയപ്പെട്ടു. 7 സിംഹങ്ങൾക്കൊപ്പം 6 ദിവസമായി ദാനിയേൽ ആ സിംഹക്കുഴിയിലുണ്ട്. മറ്റൊരു ദേശത്ത് ഹബക്കുക്ക് പ്രവാചകൻ തൻ്റെ പാടത്ത് പണിയെടുക്കുന്നവർക്ക് ആഹാരവുമായി പോവുകയാ. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഹബക്കുക്കിനോട് ചെന്ന് പറയുന്നുണ്ട്, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കുക്ക് പ്രവാചകൻ പറഞ്ഞു, ഞാൻ ബാബിലോൺ കണ്ടിട്ടില്ല, സിംഹക്കുഴിയെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഒരു നിമിഷം കൊണ്ട് അത് സംഭവിച്ചു. ഹബക്കുക്കുമായി ദൈവത്തിന്റെ ദൂതൻ ദാനിയേലിന്റെ സിംഹക്കുഴിയിലെത്തി. ഹബക്കുക്ക് പ്രവാചകൻ പറയുന്നുണ്ട്, ദാനിയേലേ, ദൈവം എത്തിച്ചു തന്ന ഭക്ഷണം നീ കഴിച്ചാലും. അവിടെ ദാനിയേൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ, നീ എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. നിന്നെ സ്നേഹിച്ചവരെ നീ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. ദൈവം ഉപേക്ഷിച്ച് കളയില്ല കേട്ടോ. ജീവിതത്തിൽ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ ദൈവം മറന്നുപോയോ എന്ന് ചിന്തിച്ചു പോകും. ദൈവം മറക്കില്ല, ദൈവം ഉപേക്ഷിക്കില്ല. കണ്ണുനീരിലൂടെയും കഷ്ടതകളിലൂടെയും ഒക്കെ ആയിരിക്കാം ജീവിതം കടന്നു പോകുന്നത്. അപ്പോഴും ദൈവം മറക്കില്ല, ദൈവം ഉപേക്ഷിക്കില്ല. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് തക്ക സമയത്ത് നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഇടപെടും. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.